ഇത് മഞ്ചേരി വായപ്പാറപ്പടിക്ക് 1.5 മണിക്കൂർ മുമ്പ് സംഭവിച്ച ആക്സിഡന്റ് ആണ്. ഇത് ഇന്ന് മാത്രം സംഭവിച്ചൊന്നും ഒറ്റ ദിവസം കൊണ്ട് പൊട്ടിമുളച്ചല്ല. വർഷങ്ങളായിട്ട് ആ റോഡ് എന്ന് നിർമ്മിച്ചോ അതിന് ശേഷം ആഴ്ചയിൽ 3-4 തവണ അവിടെ ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പല ആൾക്കാർ വീഡിയോ ഇട്ടീനു, കുറെ ന്യൂസിനും പരാതി കൊടുത്തു. ഇതുവരെയായിട്ട് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ റോഡിന്റെ ഇതിന്റെ മന്ത്രിക്ക്, ഇനി ആളെ പേര് ഞാൻ പറയണില്ല, ഇതിന്റെ മന്ത്രിക്ക് ഞങ്ങൾ 2 വർഷമായിക്കാണ്ട് പരാതി കൊടുക്കണാണ്. കുറെ നാട്ടുകാരൊക്കെ ഒപ്പിട്ടാണ്ട് കൊടുത്ത പരാതി. ഇതുവരെയായിട്ട് അതിനൊരു നീക്കുപോക്കവിടെ സംഭവിച്ചിട്ടില്ല. ഇനി ഇതിന് കാരണം എന്താ വെച്ചാൽ ആവശ്യമായി കണ്ടുള്ള സൈൻ ബോർഡ് അവിടെ അല്ല, കറക്റ്റ് രീതിയിലല്ല അവിടെ റോഡ് നിർമ്മിച്ചിരിക്കണത്. ഒരു വായപ്പാറപ്പടി മുതൽ ആനക്കായം വരെയുള്ള വളവുകളിലൊക്കെ നിരന്തര ആക്സിഡന്റ് സംഭവിക്കാണ്. അറിയാത്ത ആൾക്കാർ ഇതെന്താ കാരണം എന്താ വെച്ചാൽ ഒരു സ്ട്രെയിറ്റ് റോഡ്, വീതിയുള്ള റോഡ് ഓലോട് കൊടുന്നു വന്നിട്ട് വളവ് എത്തുമ്പോൾ വീതി ചുരുങ്ങാണ്. ഒരു കഷ്ടിച്ചൊരു കാറിന് പോകാനുള്ള, ഒരു ബസ്സിന് പോകാനുള്ള ഒരു വീതിക്ക് ഇവിടെ ആക്കി എടുക്കാണ്. ബാക്കിൽ 2 ലൈനിന് പോകാനുള്ള പാത നിർമ്മിച്ചാണ്ട് മുന്നിക്ക് എത്തുമ്പോൾ ഒറ്റ ലൈനിലെ വളവിലെത്തുമ്പോൾ സ്വാഭാവികണ്ട ആർക്കായാലും വന്നാണ്ട് ആ ഡിവൈഡർമ കൊണ്ടേ ഇടിക്കൂലേ. എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സൈൻ ബോർഡും കാര്യങ്ങളും അവിടെ വേണം. ഗോ സ്ലോ പറഞ്ഞാണ്ടും അങ്ങനെ, അതായത് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സൈൻ ബോർഡ് കാര്യങ്ങളൊക്കെ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ എന്നാലും ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ കാരണം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മന്ത്രിക്കും ഇവിടുത്തെ മഞ്ചേരി മുനിസിപ്പാലിറ്റിക്കും ഉള്ള എല്ലാ ആൾക്കാർക്കും PWDക്കും ഒക്കെ പരാതി കൊടുത്തത്. ഇതുവരെയായിട്ട് ഒരു ഇതും അവിടെ സംഭവിച്ചിട്ടില്ല. ഇപ്പൊ 1.5 മണിക്കൂറെ കണ്ട ആ വാഹനം അവിടെ തട്ടിയാണ് കിടക്കാണ്. പോലീസുകാരും വന്നിട്ടുണ്ട്. ഇതുവരെയായിട്ട് ആ ക്രെയിൻ അവിടെ വന്നിട്ട് എടുത്തു പോകാനുള്ള ഒരു നീക്കുപോക്ക് പോലും അവിടെ ചെയ്തിട്ടില്ല. ഇതൊക്കെ ആരോട് പറയാനാണ്? പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് എത്ര കാലം വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിങ്ങനെ ഇതിന്റെ പിന്നാലെ പോകുന്നത്? അവിടുത്തെ നാട്ടുകാർ തട്ടുമ്പോൾ ഡെയിലി സൗണ്ട് കേട്ട് രാത്രി കടന്നിക്കണ അവിടുന്ന് എണീറ്റ് വന്നാണ്ടാണ് ആ വണ്ടിയൊക്കെ എടുത്ത് മാറ്റണത്. പോലീസുകാരും വരാനും നേരം വൈകുന്ന ടൈമിലൊക്കെ. ഇതൊക്കെ ആരോട് പറയാനാണ്?